കരുണാപുരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ ഗ്രൗണ്ട് ചെളിക്കുളമായിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. മുമ്പ് ബസ് സ്റ്റാൻഡിനായി കൂട്ടാറിൽ കണ്ടെത്തിയ നൂറുകണക്കിന് ആളുകൾ ദിനംപ്രതി ആശ്രയിക്കുന്ന സ്ഥലത്താണ് കാൽനട യാത്ര പോലും സാധ്യമാകാതെ ചെളി നിറഞ്ഞിരിക്കുന്നത്. ബാങ്കും ആശുപത്രിയും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കോമ്പൗണ്ടിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതാണ് അവസ്ഥ. ഒന്ന് കാൽ തെറ്റിയാൽ ചെളിക്കുണ്ടിൽ അകപ്പെടും. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കേവലം 100 മീറ്റർ മാത്രം അകലെയുള്ള പ്രദേശത്താണ് ഈ വെള്ളക്കെട്ടും ചെളിക്കൂമ്പാരവും അടിഞ്ഞുകൂടിയിട്ടുള്ളത്. മുമ്പ് ബസ് സ്റ്റാൻഡിലായി കണ്ടെത്തിയിരുന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നിരവധി സ്ഥാപനങ്ങളാണ്. ഹോമിയോ ആശുപത്രി, ബാങ്ക്, തൊട്ടടുത്തായി പള്ളിയും മദ്രസയും, ഇതിനോടൊപ്പം തന്നെ അംഗനവാടിയിലേക്ക് കുട്ടികൾ പോകുന്നതും ഇതുവഴിയാണ്. ഇതിന് തൊട്ടടുത്താണ് ശുചിത്വം കാത്തു സൂക്ഷിക്കുന്ന ഹരിതകർമ്മസേനയുടെ ഓഫീസും. ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിലും ചെളി വേണ്ടാതെ രക്ഷയില്ല. ഏറ്റവും കൂടുതൽ ശുചിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംരംഭമാണ് ഹരിതകർമ്മസേനയുടേത്. എന്നാൽ ഈ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്, അതേപോലെ തന്നെ മുസ്ലിം പള്ളി തൊട്ടടുത്താണ് മുസ്ലിം പള്ളി ഇരിക്കുന്നത്. അതേപോലെ തന്നെ മദ്രസയെ മുകളിലേക്ക്, അംഗൻവാടിയിലേക്ക് കുട്ടികൾ കയറി പോകുന്ന വഴിയെ, അതേപോലെ തന്നെ സ്കൂളിലേക്ക് കുട്ടികൾ, മുകൾ ഭാഗത്തുള്ള കുട്ടികളെ കൊണ്ട് രക്ഷിതാക്കളൊക്കെ കൊണ്ടുവിടുന്ന ആൾക്കാരൊക്കെ ഇതുവഴിയാണ് കയറി മുകളിലേക്ക് പോകുന്നത്. ഈ ബസ് സ്റ്റാൻഡ് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചെളി പിടിച്ച് വാഹനം ഇറങ്ങാനോ ആൾക്കാർക്ക് നടന്നു പോകാനോ ദുസ്സഹമായ രീതിയിൽ ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അധികൃതരുമായി കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർ ഒരു 2 ലോഡ് മക്ക കൊണ്ടുവന്ന് ഇറക്കി അത്യാവശ്യം ഒരു ഇത്രയും കുറച്ച് ഭാഗം മാത്രം ചെയ്തിട്ടുണ്ട്. ബാക്കി ഇപ്പോഴും ചെളി പുരണ്ട അവസ്ഥയിലാണ് ഇവിടെ നിലനിൽക്കുന്നത്. പഞ്ചായത്ത് അധികൃതരുടെ മൂക്കിന് താഴെയുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.